ഈ രാത്രി ഇങ്ങനെ ആകാശം നോക്കിയിരിക്കുക എന്ത് രസോടാ, ഭയങ്കര ആശ്വാസോടാ. ലൈഫിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആകാശം നോക്കി ഇരുന്നാ മതി, അതങ്ങ് മാറും. 2 ദിവസം ആഹാരം കഴിക്കാതിരുന്നിട്ട് ആകാശം നോക്കി വിശപ്പ് കയറോ? ചുമ്മാ വായിത്തൊന്ന് പറയാൻ ഉണ്ടായിടെ ഇവിടെ. ഈ ബഹിരാകാശത്ത് പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ലിമിറ്റ്ലെസ്. കൗണ്ട്ലെസ് ആൻഡ് ഫാബ്രിക്കന്റലി ലൂപ്പ്. സേ അഗൈൻ. ഫാബ്രിക്കലി ആൻഡ് ലൂബ്രിക്കന്റലി ദിസ് ഈസ് വെരി ബിഗ്. ഓ, വാട്ട് ഈസ് ലൂബ്രിക്കന്റ് ആശർ? ദാറ്റ് ഈസ് എ ഫാക്ട് ഓഫ് ദി നൺ ഓഫ് ദി യുവർ ബിസിനസ്. നേരി ആകാശത്തേക്ക് കൊണ്ടിരിക്കും, അതൊക്കെ വിട്, അത് വിട്. ചില നക്ഷത്രമൊക്കെ സൂര്യനേക്കാളും വലുതാണ്. ആഹാ, നമ്മളെ സ്കൂളിലൊക്കെ പഠിച്ച തന്നെ. മറ്റേ പയ്യൻ കാണിക്കുന്ന പരിപാടികൾ കാണുമ്പോഴേ എന്റെ നെഞ്ചാമരത്തെ നരമ്പ് കിടന്ന് പിടയ്ക്കുന്നളിയാ. ഏത് പയ്യൻ? അലൻ മസ്ക്. അലോൺ മസ്ക് അല്ല, എലോൺ മസ്ക്. എന്തൊക്കെ പരിപാടിയാ കാണിക്കുന്ന? ഭൂമിയിലൂടെ അല്ല ആകാശത്തൂടെ ട്രെയിൻ ഓടിക്കുന്നു. ഇങ്ങനെയൊക്കെ എന്തുവാടാ കലക്കി കുടിക്കുന്ന ഇങ്ങേരി? എടുത്തോ ആളതോ ചൊവ്വയിൽ വീട് വെച്ച് പാലയാച്ചിന് പോകണം അടുത്ത ആഴ്ച. വാൽ നക്ഷത്രം കാണുന്നവനാണ് ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്തത് എന്ന് പറഞ്ഞ നീ യോജിക്കോ ഇല്ലേ? ഞാൻ യോജിക്കത്തില്ല. യെസ്, യു ആർ ബ്രില്യന്റ്. ഞാൻ ഇതിപ്പോ ഉണ്ടാക്കി പറഞ്ഞ നീ യോജിക്കാത്ത കാര്യം. നമ്മൾ ഇപ്പൊ ഈ കാണാൻ നക്ഷത്രമല്ലേ, ഈ നക്ഷത്രം ഇപ്പൊ ഉള്ളതല്ല. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, ചന്ദ്രനിൽ വെള്ളമുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ള കളിയാ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചതാണത്. ആഹാ, എന്നാ പിടിച്ചോ. ഈ മേഘം ഇല്ലേ, മേഘത്തിന് നല്ല വെയിറ്റ് ഉണ്ട്, അതറിയോ? നീ മേഘത്തിനെ പിടിച്ചു നോക്കിയാ വെയിറ്റ് ഉണ്ടെന്ന് അറിയാൻ. ഇയാൾ നേരത്തെ പറഞ്ഞ ഈ കാണുന്ന നക്ഷത്രം ഇപ്പോൾ ഉള്ള അല്ലെന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഇയാൾക്ക് അങ്ങോട്ട് വിശ്വസിച്ചൂടെ? ലീവ് ഇറ്റ്. യൂണിവേഴ്സ് ഈസ് വെരി ബിഗ്. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതം? ഇത് ഉരുണ്ട സാധനത്തിന്റെ മണ്ടേ ജീവിക്കുന്നു. ഈ ഭൂമി സ്പീഡിൽ കറങ്ങി പോണ്, അതിന്ന് തെറിച്ച് വീഴുന്നില്ല. ഇതൊക്കെ ഇരുന്ന് ആലോചിച്ച് എനിക്കിങ്ങനെ മല നടന്നൊരു നക്ഷത്രം എണ്ണാൻ തോന്നറാ. ഒരു കാര്യം പറഞ്ഞ വിശ്വസിക്കോ? ഒരു ദിവസം 1 ലക്ഷം നക്ഷത്രം ഞാൻ എണ്ണി. ഞാൻ വിശ്വസിക്കളിയാ. ഒരു ദിവസം ഞാൻ 2 ലക്ഷം നക്ഷത്രം എണ്ണി. 1 ലക്ഷവും ഞാൻ തള്ളിയതായിരുന്നില്ല. ഈ ചെറുക്ക് 2 ലക്ഷം നക്ഷത്രം എണ്ണിയാൻ തോ. ഈ ചുമന്ന ചന്ദ്രൻ എങ്ങനെയാണ് വരുന്ന? ദൈവം ബോറടിച്ചപ്പോ ചന്ദ്രനെ കളറടിച്ചു വിട്ടു. ഒന്ന് പോടെ മാറി. യൂണിവേഴ്സ് ഈസ് വെരി ബിഗ്. എന്ത് രസമുള്ള ആകാശങ്ങൾ നോക്കിയിരിക്കാൻ. എന്താണ് പ്രശ്നം? എന്താണ് ആശ്രയ? ഇവ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. ഞാൻ ഇന്നലെ എത്ര തവണ വിളിച്ചെന്നറിയാം, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. വലിയ തെറ്റാണ്. ഇതിപ്പോ അവന്റെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ നിന്റെ അടുത്ത് നിന്നേ. നീ ഒന്നും ജീവിക്കുന്ന പോലെ ജീവിതമല്ല എന്റേത്. എന്താ നീ പിണ്ണാക്കാത്ത നിന്ന ബ്രാലി പിടയ്ക്കുന്നതിന് ഞാൻ വിടട്ടാ, കൈ അടയ്ക്കുന്നു. 50 രൂപ ഗൂഗിൾ പേ അയച്ചാടാ. എടാ കാരണമുണ്ട്, പറഞ്ഞു കൊറ അങ്ങോട്ട്. അതെ, ഞാനൊരു മനുഷ്യനല്ലേടാ, പെട്ടെന്നൊരു കാരണം ഉണ്ടാക്കി പറയാൻ പറഞ്ഞാൽ നിന്നെ കൊണ്ട് പറ്റുമോ? നാളത്തേക്ക് ഈ മീറ്റിംഗ് അങ്ങ് നീക്കി വെച്ചാലോ? നിന്നെ ഭൂമിന്ന് ഞാൻ നീക്കൂടാ. നീ ഒരുപാട് ആയല്ലോടാ ആശ്രയ. കഴിഞ്ഞ ആഴ്ച വാങ്ങിക്കൊണ്ടോ 2000 രൂപ എന്ത് ചെയ്യടാ? മറന്നില്ലടാ കള്ള. ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്ന കാര്യം അറിയോ? അല്ല ഇനിയെങ്കിലും അങ്ങനെ ചെയ്യില്ലേളിയാ. ഇനി ആര് വിളിച്ചാലും ഞാൻ എടുക്കും. എന്റെ മുന്നിൽ വെച്ച് 3ാമത്തെ തവണയാണ് കനകരാജുവിനെ വിളിക്കുന്നത്. എന്നിട്ടും അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി അവൻ ജന്മത്ത് അവന്റെ ഈ സ്വഭാവം മാറ്റാൻ പോണില്ല. പടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അലം കേട്ടല്ല? ഇത്ര ഉറക്കെ പറഞ്ഞ ആരെങ്കിലും കേൾക്കായിരിക്കോ? പൊട്ടനാ നമ്മള്. സമയത്ത് വിളിച്ചിട്ട് വണ്ടി ഇല്ല തേങ്ങ ഇല്ല എന്നൊന്നും എന്റെ അടുത്ത് പറയല. ഇപ്പൊ ആരുടെ എനിക്ക് അറിയാമെന്നുണ്ട് ചോദിക്കുകയാണ്. എന്താ എന്തെങ്കിലും സംശയം ഉണ്ടാ? ഓ, കുറച്ച് മാത്സിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യണ്ടെങ്കിൽ വിളിയവനെ. വിനായക്, നീ രാഹുലിന്റെ ബാറ്റ് എടുത്തായിരുന്ന? ബാറ്റും മറന്ന്. അത് മഴ ആണെങ്കിൽ നശിച്ചായിരുന്നെങ്കിലാ ചോദിക്കുന്നത്. ചെവി വേദിക്കുന്ന അപ്പുറത്താണ് പോയിരി. അതല്ലേ ശരി, ഞാൻ ഇതിനോട് ചുമ്മാ അവിടെ അവന് മര്യാദയ്ക്ക് സംസാരിച്ചോടെ. ദേഷ്യം ഉണ്ടെങ്കിൽ പ്രഷറിന്റെ ഗുളി വാങ്ങി ഹോർലിക്സ് ഇട്ട് അടിച്ച് കുടിക്കാൻ പറ. എന്തിനാ അവന്റെ അടുത്ത് കിടന്ന് സംസാരിക്കും? നിങ്ങൾ രണ്ടുപേരും നട്ടലല്ലേടെ നിന്റെ മുഖത്ത് ഇരിക്കുന്ന. ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്, അംഗീകരിച്ച്. നമ്മളെല്ലാ കാര്യങ്ങളും നോയിക്കൊണ്ട് പോകണം. അവനല്ലേ ഞാൻ നിന്റെ നാളത്തോട് നിന്റെ വീട്ടിൽ നിന്ന് നീ ചെയ്യുന്ന എല്ലാം നോയിക്കൊണ്ടിരിക്കാം. അവനായിട്ട് മനസ്സിലാക്കണം. നീയൊക്കെ എല്ലാവരും പ്രശ്നങ്ങളുള്ളൂ. അതുകൊണ്ടാ പറയുന്നത്. എടാ നീ എന്തിനാ എന്റെ പെറുത്തപ്പഴം കയറി പിടിക്കുന്നത്? ഞാൻ നിന്റെ പെണ്ണു പിള്ളേ. അവൻ എന്നെ പിടിച്ചു ഇരിക്കാൻ പറ്റൂ. ഫ്രണ്ടാ എന്റെ. ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട്. നമ്മളെ കല്യാണമൊക്കെ എങ്ങനെയായിരിക്കൂടാ? ഇപ്പം തന്നെ ആലോചിക്കുമ്പോ എന്തോ നിക്കാൻ പറ്റുന്നില്ല. കസേര എടുക്കണോ? സ്ത്രീധനം വാങ്ങോടാ. സ്ത്രീധനോ? അതെന്താടാ? സച്ച് എ ജെന്റിൽമാൻ വിത്ത് പുവർ. എടാ നമുക്ക് ഹണിമൂൺ എവിടെ പോവാടാ? അറേബ്യൻ സീ ഓഫ് ദി പോയിന്റ് ഓഫ് ദി കൺട്രി ഓഫ് ദി കന്യാകുമാരി. എന്റെ വാച്ച് വരെ കൈയടിച്ച്. നിനക്കുണ്ടാവുന്ന മോളെ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കില്ലറാ നീ. അതായത് അത്രയും നല്ലൊരു കൊച്ചിനെ നിന്റെ മൊരട് സ്വഭാവമുള്ള കൊച്ചിനെ കൊണ്ട് കെട്ടിക്കണം. നീല ചെവുത്ത് കിട്ട വർത്തമാനം എന്റെ അടുത്ത് പറയലും കേട്ടാ. ഇത്ര പയ്യൻ എവിടെ ഉണ്ടാ? എവിടെ വേണം? ഇങ്ങനെ ഒരെണ്ണേ കാണും. അത് ഇതിനെ വരുള്ളൂ, അതെനിക്കറിയാം. എടാ നീ ഇത് എഴുതി വെച്ചോ? നീ ഇത് നിന്റെ മോളെ ഞാൻ നോക്കിയോടാ, എന്റെ മോനെ കൊണ്ട് വളപ്പിക്കും. ഇന്നാണ് പോണ എങ്ങനെ ആയിരിക്കും? എനിക്ക് ആലോചിക്കാൻ പോലും വയ്യടാ. വീട്ടുകാരെ മുന്നിൽ നിന്ന് എങ്ങനെയാടാ നമ്മൾ ആ പെണ്ണിനെ നോക്കുന്നത്? എന്റെ വാപ്പോലും എന്നെ നോക്കേണ്ടല്ല. വാപ്പാട് ഞാൻ പിണങ്ങും. പിന്നെ വാപ്പാട് ജന്മത്തിൽ ഞാൻ മിണ്ടൂല. അതുവരെ ഒരു പെണ്ണേസും ആവല്ലേ. നീ റിലേഷൻഷിപ്പിൽ ഒട്ടും സീരിയസ് അല്ല, അതുകൊണ്ട് എനിക്ക് ബ്രേക്കപ്പ് വേണം. ബ്രേക്കപ്പ്.
കരയിൽ കാണൂടാ, ഈ തോർത്തിട്ട് കരയടാ. ആവുന്ന എന്തെന്നാ പറയുന്ന ബാബു എന്റെ ദേവു. ഞാനായിട്ടല്ല അവളെ ആദ്യം ഇഷ്ടം എന്ന് പറഞ്ഞ, അവക്ക് എന്നെയായിരുന്നു ആദ്യം ഇഷ്ടം. ആശ്രയം, നിന്റെ ഈ കരച്ചിൽ നമുക്കൊരു രാഷ്ട്രീയ കണ്ണീരാക്കി എടുക്കണം. ഞാൻ ഇന്ന് സമരം വിളിച്ചാലാ? ഇനി നാട്ടുകാരെ ഫുള്ള് നീ അറിയിക്കി. എന്ത് ഫ്രീക്കായിരുന്ന ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ. ഞാൻ അപ്പഴേ പറഞ്ഞു ജൂനിയർ പിള്ളേരെ നോക്കണ്ട, ജൂനിയർ പിള്ളേരെ നോക്കണ്ടെന്ന്. ഈ വാശി അവളെ കൂട്ടുകാരെ മലയാളിയാ. ആ വാട്ടെ ബോളിവുഡ് ഐഡിയ. എന്തൊട്ട് തേങ്ങയാടാ നീ പറയുന്നേ? അല്ലല്ലോ അത് പറ്റില്ല. അത് കൂടെ നടന്ന സമയത്ത് ഞാൻ അവളുടെ കൂട്ടുകാരെ നോക്കി അവിടെയും പോയി അക്കൗണ്ട് എടുത്തല്ലേ? എല്ലാ കിട്ടിയാലും പോയി കയറ്റിക്കോണം. നീ കരയുന്ന ആരാ എടുത്ത് പാർട്ടി ഗ്രൂപ്പിലിട്ട്? എനിക്കിങ്ങനെ ഇവിടെ രാഷ്ട്രീയക്കാരന്മാരൊന്നും നമ്മുടെ ടീമിൽ പറ്റൂല. എന്റെ രാഷ്ട്രീയ ഭാവി എനിക്ക് നോക്കണ്ടേ? നിന്റെ രാഷ്ട്രീയ ഭാവി നീ നോക്കുന്നത് എന്റെ നിക്കറ് കീറിയിരിക്കുന്നതിന്റെ ഇടയിൽ തച്ചട്ടാണടാ. ഞാനൊരു സത്യം പറയട്ടാ, പറയൂ. ഈ ഇലക്ഷൻ ഇവന് ഞാൻ വോട്ടിട്ടില്ല, ഞാൻ മാറ്റിയ കുത്തിയാ. ഞാനും മാറ്റിയ കുത്തിയേ. ഫ്രണ്ട്സ്, അവളെ കണ്ണുണ്ടല്ലോ അത്തങ്ങിയ പോലെയായിരുന്നു. ചിരിയുണ്ടല്ലോ സാധാ ചിരി. നമ്മളെ എതിർകക്ഷി പാർട്ടിക്കാരൻ നിന്നെ അടിച്ചെന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്ന കേട്ടോ. നാളെ കോളേജിൽ സമരമാണ് അണ്ണാ. ഫസ്റ്റ് അടിക്ക് ബോധം പോണേ. ഫസ്റ്റ് അടിക്ക് ചാവനെ പാറ്റ തന്നെ അടിച്ചോല്ലുന്ന പാറ്റ. നീ ആ ചെറുക്കന് തമ്മിലുള്ള പ്രശ്നം എന്തോന്ന്? അവ എന്നെ നോക്കി ചിരിച്ചില്ല. എന്തോന്ന്? സത്യമായിട്ടും അവ എന്നെ നോക്കി ചിരിച്ചില്ല. ഞാൻ നീ ആഗ്രഹിച്ചൊരു ഗുണ്ട ലൈഫാണ് ആളെ ആശ്രയം. ഇതിപ്പോ എന്റെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഇടികളായിരുന്നു. ഗ്യാങ് വാറുകള് വരുന്ന ഫുള്ള് മാന്തിയില്ല പിച്ചിയില്ല എന്നൊക്കെ പറഞ്ഞാണ്. എന്ത് ചെയ്യട്ട് പുള്ളി. ഞാനും നീ മാത്രമായിട്ട് എവിടെ പോയി ഗ്യാങ് വേറെ നടത്താൻ? ഇപ്പൊ നീ പറഞ്ഞതിനുള്ള ഉത്തരം എന്റെ വായിന്ന് കേട്ടിട്ട് നിനക്ക് എന്തെങ്കിലും സുഖം കിട്ടോ? ഇല്ലല്ല, ഇത് ശ്രദ്ധിക്കാം. ചേട്ടാ, ഇതോ ആവും വരുന്ന അടി തുടങ്ങിക്കോ. ഇത്രയും പല്ലെടുത്ത് വെളിയിട്ട് ചിരിക്കുന്നോണ്ടാണ് ഇവനെ നോക്കി ചിരിച്ചില്ലെന്ന് പറയുന്ന. ചിലപ്പോ അവ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്തായിരിക്കും ഇവൻ പറഞ്ഞ ചിരിച്ചില്ലെന്ന്. ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, പുതിയതായിരിക്കും അല്ലേ? ആ, നമ്മളിവിടെ പുതിയതാ. അത് പോട്ടെ, നിങ്ങളെന്താ ഇവിടെ? അത് ബ്രോനെ ഇടിച്ച് നോക്കാ വന്നത്. ഇതെടുത്ത് കുത്തു ബ്രോ. വീട്ടിൽ പോയി ആപ്പിള് കണ്ടിച്ച് തിന്നാർക്കാ. ആ, ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. നീയൊക്കെ ഇവിടെ എന്തോന്ന് കാണിച്ചത്? അത് നല്ലൊരു പയ്യൻറാ. എന്നാ നീ നിന്റെ പെങ്ങൾക്ക് അടിച്ചു വിടറാ. പെങ്ങളെ പറയുന്നടാ. പെങ്ങളില്ല, 3 ആങ്ങളമാരാ. സോറി, ഇപ്പൊ ഞാൻ നിനക്ക് വേണ്ടി വെറുതെ അടി കൂടിയത്. എനിക്കിന്ന് അവനെ അടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ വാങ്ങി പൈസ തിരിച്ചാ. നിങ്ങളെന്താ മുഖത്ത് തോർത്തിട്ട്? ആക്കമ്മളെ മനസ്സിലായടാ. ഞങ്ങളൊരു കാര്യം പറയാം. കൊഞ്ചി കുഴയും നോക്കിയാണ് പിടിച്ചിട്ട് ഇടിക്കാനുള്ളത്. ബ്രോ ഇനി എല്ലാരും നോക്കി ചിരിക്കണം. ഞാൻ എല്ലാരും ചിരിയാണ് ബ്രോ. ചിരി നോക്കിയാണ്. യവന്മാരിത് എന്ത് ഇടിക്കാത്ത? എന്നാ പിന്നെ ഞാൻ പോട്ടോ ബ്രോ. ഏയ്, ഒരു ഫൈറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഒരു 10 വർഷം കൂടെ കഴിഞ്ഞ എന്തായിക്കുള്ളൂ ഇവിടെ നടക്കുന്ന? 10 വർഷം കൂടെ കഴിഞ്ഞ 2033 നമ്മുടെ നാടിനുണ്ടാവുന്ന മാറ്റങ്ങളാണ്. കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി പുരുഷന്മാർ ആവശ്യം വേണ്ടാതെ വരുന്നു. എങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ സ്ത്രീകളുടെ ആവശ്യം ഇല്ലാതാവുന്നു. ഇത് രണ്ടുപേരും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ കുഴിച്ചെടുക്കൂ? ഏലിയൻസ് ഇന്ത്യയിലേക്ക് വരും. എങ്കിൽ ഒരു ദിവസം കൊണ്ട് ജനിച്ച് ഷവായി ആവുന്ന കോഴികൾ ഇവിടെ ഉണ്ടാവും. എലോൺ മസ്ക് പറക്കുന്ന ട്രെയിൻ ഉണ്ടാക്കും. പറക്കുന്നെങ്കിൽ ട്രെയിൻ എന്തിന്? പ്ലെയിൻ പോരെ? ദി ഫ്യൂച്ചർ ഓഫ് ദി ഇന്റർപ്രൈസ് കൺട്രി ഓഫ് ദി ഇന്ത്യ ഓഫ് ദി ടെക്നോളജി കൺട്രി. എന്തായാലും സംഭവിക്കും. ഹാഷർ പറഞ്ഞത് എന്തായാലും സംഭവിക്കും. ഇനി മീനൊക്കെ പിടിക്കണമെങ്കിൽ ചൂണ്ടയൊന്നിട്ട് പിടിക്കണ്ട. പിന്നെങ്ങനെ? അറ്റത്ത് നിന്ന് ചൂച്ചു എന്ന് വിളിച്ചാൽ കയറി വരും. 10 വർഷം കഴിയുമ്പോഴേ ഒരു കടിക്ക് 50 രൂപ, ഒരു ചായക്ക് 55 രൂപ, ഒരു ബിരിയാണിക്ക് 300 രൂപ, ഒരു നിക്കറിനോ അത് അറിയാൻ വയ്യ. ഇനി നമ്മൾ എവിടെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു റോഡിന്റെ സൈഡിൽ നിന്ന് ഒരു മിഷീൻ വന്ന് എടുത്തോണ്ട് പൊക്കോളും. 200 രൂപയ്ക്ക് എണ്ണ അടിച്ചോണ്ട് 200 രൂപയ്ക്ക്. ഓ, സന്തോഷം അളിയാ. അളിയാ, വണ്ടി ഒന്ന് വൈകിട്ട് വേണം കേട്ടാ. 200 രൂപയുടെ എണ്ണയാണ് ഞാൻ അടിച്ചിട്ടേക്കുന്നത്. സുഖമായിട്ട് എവിടെ വേണേലും നീ പൊയ്ക്കോ. 500 രൂപ തരാൻ ഉണ്ടായില്ല. 200 രൂപയ്ക്ക് ഇപ്പൊ ഇതിൽ എണ്ണ അടിച്ചോളൂ. ഇത്തിരി മുന്നേ ആയിരുന്നേ ഞാൻ തരായിരുന്നു. ഇപ്പൊ എത്രാമത്തെ തവണയാടാ 200 എന്ന് പറയുന്ന? ആശ്രയ എവിടുന്നേലും ഒന്ന് കറക്കി താളിയാ. ഇത്ര കറക്കിയാ മതിയാ. അളിയ ഒന്നാ എന്റെ പ്രാന്തരി ഞാൻ തറയല്ലേ നീ മിണ്ടായിരുന്നാണ്. നമ്മ കാണാലോ, അത് നോക്കിയാ 2 കാര്യമായിട്ട് ഒരു കാര്യം പറയാൻ ആശ്രയ ചുമ്മാ ഇരുന്നാണ്. എന്നാ നീ പറഞ്ഞ 200 രൂപ ഞാൻ എണ്ണ അടിച്ചിട്ടുണ്ട് 200 രൂപയ്ക്ക്. നീ ഇത് എത്ര തവണ 200 രൂപയ്ക്ക് എണ്ണ അടിച്ച് ഞാൻ പിന്നെ മൂത്രം ഒഴിച്ചാ ഓടുന്ന. ആശ്രയ, നീ ഭയങ്കര കണക്ക് കുറച്ചിലാണ് കേട്ടാ. ഞാൻ കണക്ക് പറഞ്ഞല്ലേ. സാമൂഹ്യ ശാസ്ത്രം പറഞ്ഞ ഞാൻ കണക്ക് പറഞ്ഞു തുടങ്ങിയാലേ നിന്റെ നിക്കറ ഡ്രെന്ന് പറഞ്ഞ് കീറും. എനിക്ക് ആരെങ്കിലും ഒരു 500 രൂപ ഒന്ന് താടാ. എന്തിന് 500 രൂപ? എനിക്കൊരു കോട്ട്. നിനക്കിപ്പോ ഒരു കോട്ടർ ചൊറിഞ്ഞത് ഇതെന്താവുന്നത്? അങ്ങനെ അങ്ങ് പോയാലോടാ. പിന്നെ എങ്ങനെ ഇങ്ങനെ പോട്ടാ ബേക്കിലോട്ട്? തമാശ കൊള്ള. ഇപ്പൊ ചിരിക്കാൻ മനസ്സില്ല. രാത്രി ഒന്നുകൂടെ പറ ചിരിച്ചേരാം കേട്ടോടാ. 200 രൂപയ്ക്ക് നീ കണക്ക് പറഞ്ഞല്ലേ? പോടാ വീട്ടിൽ പോടാ. ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് രണ്ടാമത്തെ ഏമ്പൊക്കെ ഇട്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. വ്യക്തമായില്ല.
ഇത്ര നാൾ ഒരു പെണ്ണിന്റെ പിറകെ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നാടൻ വളപ്പൊക്കെ നിന്ന് ഇപ്പൊ ജസ്റ്റ് ഒരു ഹായ് ഇട്ട് കൊടുത്താ പോരെ. അങ്ങനെ ഹായ് പറഞ്ഞ് സെറ്റ് ആവാനാണെങ്കിൽ എനിക്ക് കരീന കപൂർ മുതൽ ഉത്തമ റോയ് വരെ സെറ്റ് ആവണം. ഞാൻ പണ്ട് ചെയ്ത ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നു. അതിനെപ്പറ്റി ആലോചിക്കാതിരുന്നാ പോരെ. അവളെ വല്യച്ഛൻ മുതൽ അവളെ കൊച്ചച്ഛന്റെ കയ്യിലെ തഴമ്പ് വരെ എന്റെ മുഖത്ത് കിടന്ന് ഓടിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വല്ലതും അറിയാവോ? അതെന്തോന്ന് നീ ഇടിയുണ്ട് മെഴുകിയത് ഇപ്പോഴത്തെ തലമുറ അറിയണോ? ഇന്ന് പോടെ. പിന്നെ 2 ഇടിയെ കിട്ടിയാലല്ലേ സ്ട്രോങ് ആവും അങ്ങോട്ട് പ്രേമം. ഈ 2 ഇടിയിട്ട് സ്ട്രോങ് ആവുന്നെങ്കിൽ നിന്റെ പ്രണയം എന്തിയടേ? പണ്ട് 29 കാർഡ് മേടിച്ച് ചുരണ്ടി അവർക്ക് മെസ്സേജ് അയച്ച കഥയായിരിക്കും. ഇതിപ്പോ 28 തവണയാണ് നീ പറഞ്ഞ പോണ ഇറക്കാൻ വന്ന്. ആ സ്കൂൾ വിട്ട് പോകുമ്പം ഞാൻ ഇങ്ങനെ ബസ്സിൽ നിന്നിട്ട് അവളെ ഇങ്ങനെ ഒളിക്കണ്ടിട്ട് നോക്കും. വാ സൂപ്പർ ആയിരുന്നു കേട്ടാ. അത് അന്നല്ലേ 70 കഴിഞ്ഞ കുറെ പേര് നിന്നെ എടുത്തിട്ട് ഇടിച്ചത്. എന്നെ ഒരുപാട് പേര് വെറുതെ എടുത്തിട്ട് ഇടിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോഴത്തെ കുറച്ച് കിഡ്സ് ഉണ്ടായിരുന്നല്ലേ, പേരെന്തോയത്? ജെംസ് അല്ല, കാഡ്ബറി, ജെൻസി. എന്തോന്ന് ചെയ്യാലും അവരുടെ ലൗവില് കഷ്ടപ്പാടില്ല. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് ഈ പറയാണെന്ന് ഇഷ്ടം പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ. ആരുടെ ഇഷ്ടം പറഞ്ഞു തോന്നുന്നു ബ്രോ? 3 പെമ്പിള്ളേർ തന്നെ ഇഷ്ടമാണെന്ന് പറയാം. 3 പെമ്പിള്ളേര്. ലേഡീസിനൊരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലിൽ പറഞ്ഞാൽ ഇഷ്ടപ്പെടുത്തുള്ളൂ. ഏത് സ്റ്റൈല്? ട്രാക്സ് ഇവിടെ ഇൻസെർട്ട് ചെയ്ത് കിടക്കുന്ന വാണം. ജിമിട്ട് കോമാളി നിക്കറിട്ട് നടക്കുന്നോ എങ്ങോട്ടാ? പണ്ട് നീ ജെട്ടിയിലിരുന്ന് ഓടുന്ന വീഡിയോ വീണ്ടും വാട്സാപ്പിൽ കളയും. അതിന് കാണാനും അവരെന്തുകൊണ്ടാണ് നിന്നെ ഇഷ്ടം പറയാത്ത കാര്യം എന്ന് വെച്ചാൽ എന്നെ പോലെ ഇൻഷർട്ട് ഒക്കെ ചെയ്ത് നല്ല ലുക്കി നടന്ന കൺഫേം ലവ് സക്സസ്. സത്യം വാണമേ എന്റെ ജേഴ്സിയെ കുറ്റം പറയാം. എന്റെ ജീവിതത്തിലെ 2 ശത്രുക്കൾ ഇനി നിങ്ങളാണ് കേട്ടോ.